ഹലോ. ആ അതെ സാർ. അല്ല, ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഭാമ പറഞ്ഞില്ലായിരുന്നോ? അടുത്ത മാസത്തെ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പായപ്പോഴേ. അത് പിന്നെ അങ്ങനെയല്ലേ സാർ, എന്ത് കാര്യം ചെയ്താലും ഭംഗിയായി ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. വരാം സാർ, ഒരു 10 മണിയാകുമ്പോൾ എത്താം. ശരി. എന്തായി, എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ഇന്ത്യയുടെ പ്രസിഡന്റുമാരുടെ പേരെഴുതാൻ എത്ര സമയം വേണം? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് മുതൽ പ്രണബ് മുഖർജി വരെ മൊത്തം എത്ര രാഷ്ട്രപതിമാരുണ്ടായിട്ടുണ്ട് നമുക്ക്? ശിശുപാലൻ പറയൂ. അതിപ്പോ അങ്ങനെ കൃത്യമായിട്ട് ചോദിച്ചാൽ ഒരു 10-25 പേര് കാണില്ലേ? കഷ്ടം, 10-25 പേര് കാണില്ല. ഇപ്പോഴത്തെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഇന്ത്യയുടെ 13ാമത്തെ രാഷ്ട്രപതിയാണ്. അതുപോലും അറിയാതെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ ശിശുപാലൻ ലജ്ജയില്ലേ? എഴുതിയ പേരുകൾ കാണിക്കൂ. സ്വയംപ്രഭ. അയ്യോ, ഞാനെഴുതി കഴിഞ്ഞില്ല. 13 പേരുകൾ എഴുതാൻ 39 സെക്കൻഡ് മതി. ഇപ്പോ 8 മിനിറ്റായി. എടുക്കൂ, എടുക്കൂ. രാജേന്ദ്ര പ്രസാദ്. ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എന്നാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത്? മഹാത്മാഗാന്ധി ഭാഗ്യം. കാഞ്ചന. എടുക്കൂ. രാജേന്ദ്ര പ്രസാദ് ശരിയാണ്. രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ എന്നെഴുതിയാ പോരാ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്നെഴുതണം. ശരി സാർ. എന്താ സാർ? ഇന്ദിരാഗാന്ധി. കഷ്ടം. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഈ പ്രധാനമന്ത്രി എന്ന് പറയുന്നതും പ്രസിഡന്റ് എന്ന് പറയുന്നതും രണ്ടാണ്. രണ്ടല്ലേ? അതെ അതെ. അപ്പൊ ശിശുപാലൻ കാണിക്ക്. പെണ്ണിനാണ് വരുന്നത്. അഹങ്കാരി. ഇതെന്താ ഇത്? അല്ല സാർ, ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ശിശുപാലൻ വെറുതെ ഇതിന് മാത്രം ആലോചിക്കുന്നത് എന്തിനാണ്? പ്രസിഡന്റുമാരുടെ പേരെഴുതാൻ പറഞ്ഞപ്പോ കുറെ വരയും 1, 2, 3, 4 എഴുതി വെച്ചേക്കുന്നു. ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ശിശുപാലൻ 10ാം ക്ലാസ് പാസ്സായി എന്ന് പറയുന്നത് ശരിയാണോ? സത്യം പറ. അതെ സാർ, സർട്ടിഫിക്കറ്റ് കാണിക്കാം സാർ. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കഴിയും. വലിയ സർക്കാർ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾക്ക് പറ്റില്ല. സാറേ, 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഇതൊക്കെ നന്നായിട്ട് അറിയായിരുന്നു. അത് പണ്ടല്ലേ സാർ. അതിനുശേഷം പ്രസിഡന്റുമാർ എത്ര പേര് വന്നു? ശിശുപാലിന്റെ വീട്ടിൽ പത്രം വരുത്തുന്ന ഏർപ്പാടുണ്ടോ? ഉണ്ട് സാർ. അത് വായിക്കാറുണ്ടോ? ഈ പ്രസിഡന്റുമാരുടെ കാര്യങ്ങളൊക്കെ പത്രത്തിൽ വരാറുണ്ട്. ഇതിൽ 15 ചോദ്യങ്ങളുണ്ട്.
ഞാൻ താലൂക്ക് ഓഫീസിൽ പോയി തിരികെ വരുമ്പോഴേക്കും ശരിയായ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ഉത്തരം ശരിയായി എഴുതുന്നവർക്ക് വൈകിട്ട് കൃത്യം 5 മണിക്ക് പോകാം. തെറ്റുത്തരം എഴുതുന്നവർ 5:30 വരെ ഇവിടെ ഇരിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? എല്ലാരും കൊടുക്ക. ഇതെന്താ കാഞ്ചന സാറ്, പ്രൈമറി സ്കൂളോ? ഉത്തരം തെറ്റിയ കസേര കയറ്റി നിർത്തുമെന്ന് പറയാത്തത് ഭാഗ്യം. ആ കടലാസിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാ ശിശുപാലൻ ചേട്ടാ? കേരളത്തിലെ ആദ്യത്തെ റവന്യൂ മന്ത്രി ആര്? അയ്യോ, ഇപ്പോഴത്തെ ആണെങ്കിൽ അറിയായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കഥാപാത്രമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ നോവലിന്റെ പേരെന്ത്? അറിയോ? അറിയോ? പിന്നെ എനിക്ക് പറഞ്ഞൂടാ. 1 ഏക്കർ എന്ന് പറയുന്നത് എത്ര ഹെക്ടറാണ്? എത്ര? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം റവന്യൂ മന്ത്രി ആയിരുന്നത് ആര്? അതാര്? വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ എഴുതിയ IAS കാരൻ ആരാണ്? നിർത്ത്. പ്രഭേ, ഇതിനൊക്കെ ഉത്തരം എഴുതാൻ നിന്നാൽ ഇന്ന് വൈകുന്നേരം എന്നല്ല, ഒരാഴ്ച കഴിഞ്ഞാലും നമ്മൾ ഇവിടെ നിന്ന് പോവില്ല. നമുക്കേ ഇതങ്ങ് പരാതിപ്പെട്ടല്ലോ കാഞ്ചന സാറേ. നമ്മുടെ ജോലി ഇതല്ലാന്ന് പറയാം. ആരെടുത്ത് പരാതി പറയാൻ? കളക്ടറെ അല്ലേ ഐഡിയ?